പ്രോട്ടീനെ കുറിച്ച് വളരെയധികം കൺഫ്യൂഷൻസും മിസ്കൺസെപ്ഷൻസും പല കാര്യങ്ങൾ കേട്ടാലും നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പല സമയത്തും പ്രോട്ടീനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചില ഇൻഫർമേഷൻസ് നമ്മൾ റിമൈൻഡ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിൽ അത് സ്കോർ ചെയ്യപ്പെടും. ഓക്കെ, പ്രോട്ടീൻ നമ്മൾക്കറിയാലോ, പ്രോട്ടീൻ ആവശ്യമുള്ളതാണെന്നൊക്കെ അറിയാം. പക്ഷെ പൊതുവെ ഉള്ള ധാരണ വളരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജിമ്മിൽ മസിൽ ബിൽഡേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് കിടപ്പായി പോണവർക്ക് അവർക്കൊക്കെയാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾക്കൊരു വെറുതെ വലിയ വിഷയമൊന്നും ഇല്ലാത്ത ആളുകൾക്കും പ്രോട്ടീൻ വേണോ, അവിടെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത് സത്യമായ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പ്രോട്ടീനെ കുറിച്ച് നമ്മൾ അറിയുന്നതും ഒന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾക്ക് തന്നെ ബോധ്യം വരാൻ നല്ലതാണ്. ഓക്കെ, ശരീരത്തിൽ അറിയാലോ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത്. ഒരു സാധാരണ അത്ര തടിയൊന്നും ഇല്ലാത്ത ലീൻ പേഴ്സൺ സംബന്ധിച്ച് ഒരു 16% പ്രോട്ടീൻ ഉണ്ടാവും, 16% ഫാറ്റ് ഉണ്ടാവും, 62% വാട്ടർ ഉണ്ടാവും. ഇങ്ങനെയാണ് ബോഡിയിൽ ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ ബോഡിയിലുണ്ട്. ന്യൂട്രീഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം, നമുക്ക് രണ്ട് തരം മാക്രോ, വലിയ അളവിൽ വേണ്ടതുണ്ട്, ചെറിയ അളവിൽ വേണ്ട. വലിയ അളവിൽ എന്തൊക്കെ വേണം? കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ. ഇത് വലിയ അളവിൽ വേണ്ടതാണ്. ചെറിയ അളവിൽ വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ മാക്രോ ന്യൂട്രിയൻസിൽ വലിയ അളവിൽ വേണ്ട ന്യൂട്രിയൻസിൽ അത് തന്നെ നമ്മൾ എന്തിനെ ബേസ് ചെയ്താണ് ഇതൊക്കെ കൊടുക്കുന്നത്? നമുക്ക് ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റ് മാത്രം പോരെ, അല്ലെങ്കിൽ ഫാറ്റ് മാത്രം പോരെ, അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രം പോരെ. അങ്ങനെയല്ല, ബോഡിക്ക് ഒരു ബാലൻസിൽ വേണം എല്ലാം കിട്ടാനായിട്ട്. ഇപ്പൊ ഏകദേശം അതിനെ എങ്ങനെയാണ് എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ഒരു ഡെയിലി വേണ്ട ഊർജത്തിനെ ബേസ് ചെയ്താണ്, കലോറീനെ ബേസ് ചെയ്താണ്. നോർമൽ ഒരാള് സാധാരണ ആക്ടിവിറ്റീസ്, ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് 1800 2000 കലോറീസ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഡിവിഷൻ വരണേന്ന് നോക്കാം. ഒരു 2000 കലോറി വേണ്ട ഒരു വ്യക്തിക്ക് അതിൽ 50% കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരണം. ഓക്കെ, 20 to 30% ഫാറ്റിൽ നിന്ന് വരണം, 10 to 20% ആണ് പ്രോട്ടീൻ നിന്ന്. ഇങ്ങനെയാണ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 10 to 20% പ്രോട്ടീൻ നിന്ന് വരണം. അങ്ങനെ വരുമ്പോൾ തന്നെ 2000 കലോറി വേണ്ട ഒരാൾക്ക് മിനിമം 50 ഗ്രാം കിട്ടണം. മിനിമം അത് 100 ഗ്രാം വരെ പോകാം. 50 to 100 ഗ്രാം പ്രോട്ടീൻ ഡെയിലി അയാൾക്ക് കിട്ടണം. എന്തുകൊണ്ട് ഡെയിലി കിട്ടണം എന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല, കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അറിയാലോ, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യും. എവിടെയൊക്കെ? ലിവറിൽ സ്റ്റോർ ചെയ്യും, മസിൽസിൽ സ്റ്റോർ ചെയ്യും, ഫാറ്റ് സ്റ്റോർ ചെയ്യും. അതെല്ലാവർക്കും അറിയാം. പ്രോട്ടീൻ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, അത് പല പല മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും കിട്ടിയേ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യുന്നില്ല, കിട്ടിയേ പറ്റൂ. ഇനി 50 to 100 ഗ്രാം ആ റേഞ്ചിലാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി കുറച്ച് കൂടുതൽ ചെന്നെന്ന് വിചാരിക്കാം പ്രോട്ടീൻ, അത് ബോഡി ഒരു ചെറിയ അളവിൽ കൂടുതൽ ചെന്നെന്ന് വിചാരിക്കാം. ബോഡി എന്ത് ചെയ്യും? ബോഡി അതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഈ മെക്കാനിസം ബോഡിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. സോ പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ യൂണിറ്റ്, മുത്തുകൾ എന്ന് പറയും, ചെറിയ യൂണിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്? നമുക്ക് 20 അമിനോ ആസിഡ്സുകൾ ഉണ്ട്. ഈ 20 അമിനോ ആസിഡ്സുകൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പല പ്രോട്ടീൻസ് കിട്ടും. 20 അമിനോ ആസിഡ് തന്നെ നമ്മൾക്ക് എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ. അപ്പം എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളത്, നോൺ എസെൻഷ്യൽ അത്യാവശ്യമുള്ളത്, ഇല്ലാത്തത്. എന്താണ് വ്യത്യാസം? അത്യാവശ്യമില്ലാത്തത് അതിനർത്ഥം ബോഡിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും, അത് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ അത് ഫുഡിൽ നിന്ന് കിട്ടണം.
ഇനി പലതരം പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാ അമിനോ ആസിഡ്സും ബോഡിയിൽ എത്തണം. അപ്പോൾ ഫുഡിൽ നിന്ന് എസെൻഷ്യൽ അമിനോ ആസിഡ്സും കിട്ടിയേ പറ്റൂ. ഇത് നമ്മൾ എപ്പോഴും ഒരു ബോധ്യം വേണം. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരാന്നാണ് അതിനർത്ഥം. പ്രോട്ടീനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ എപ്പോഴും നല്ലതാണ്. ഇനി മെയിൻലി രണ്ട് തരം കംപ്ലീറ്റ് പ്രോട്ടീൻ, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ. ഈ 20 അമിനോ ആസിഡ്സും പ്രത്യേകിച്ചും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീനുകളാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ. ഏതെങ്കിലും അമിനോ ആസിഡ്സ് കുറവോ അല്ലെങ്കിൽ ഇല്ലാതെ വരുന്ന ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ. അതാണ് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ. എല്ലാ അനിമൽ പ്രോട്ടീനും കംപ്ലീറ്റ് പ്രോട്ടീനാണ്. എല്ലാ പ്ലാന്റ് പ്രോട്ടീനും തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. അതിൽ നിയർ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് സോയ് പ്രോട്ടീനാണ്. അതിൽ 2 അമിനോ ആസിഡ്സിന്റെ അളവ് കുറവാണ്. അപ്പൊ ബേസിക്കലി അത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, പക്ഷെ അളവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പ്രോട്ടീനാണ് സോയ് പ്രോട്ടീൻ. ഓക്കെ. ഇനി അനിമൽ പ്രോട്ടീൻ അതിൻ്റെ ഒരു ഡിഫറൻസ്, ഒരു കാര്യം നമ്മൾ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, അറിയാലോ. പക്ഷെ എൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിരിക്കും അനിമൽ പ്രോട്ടീനിൽ, പ്രത്യേകിച്ച് റെഡ് മീറ്റിൽ. ഫൈബർ തീരെ ഇല്ല. ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായിട്ട് അനിമൽ പ്രോട്ടീനിൽ ഉണ്ടാവും. കൂടുതൽ അളവിൽ ഫോസ്ഫറസ് കണ്ടന്റ് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസിനെ ബാധിക്കും. സഡൻ ഡെത്ത്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി റെഡ് മീറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മളുടെ കുടലിൽ കുറെ അണുക്കൾ ഉണ്ടെന്ന് അറിയാലോ, ഗട്ട് മൈക്രോബ്സ്. റെഡ് മീറ്റ് കഴിക്കുന്ന ശീലമുള്ളവർക്ക് ഈ ഗട്ട് മൈക്രോബ്സ് ചില കെമിക്കൽസ് ഉണ്ടാക്കും. ട്രൈമിഥൈൽ അമീൻ എന്നാണ് അതിന്റെ പേര്. നമ്മൾ സ്ഥിരമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ട്രൈമിഥൈൽ അമീൻ എന്ന് പറഞ്ഞ കെമിക്കൽസ് നമ്മൾ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കടക്കും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ TMA, ട്രൈമിഥൈൽ അമീൻ, അത് ഓക്സിഡൈസ് ചെയ്യപ്പെടും, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യപ്പെടും. അപ്പോൾ TMAO. ഈ TMAO ശരീരത്തിൽ വളരെയധികം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? ബോഡിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രക്തക്കുഴലിന്റെ ഭിത്തിക്ക് കട്ടി വെക്കാനുള്ള കൂടുതലാണ്. ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റെഡ് മീറ്റ്, വെസ്റ്റേൺസ് കൂടുതൽ റെഡ് മീറ്റ് ആണ് കഴിച്ചിരുന്നത് കുറേ നാളുകൾ. അവർക്ക് കൂടുതൽ ഹാർട്ട് ഡിസീസും സ്ട്രോക്ക് ചാൻസും ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള റീസൺ അതുകൊണ്ടാണ്. ഇപ്പോൾ അവരുടെ ഡയറ്റുകൾ വളരെയധികം ചേഞ്ച് ആക്കി. ദെൻ റെഡ് മീറ്റുകൾ അല്ലെങ്കിൽ നോൺ വെജിൽ ഹീം അയൺ കൂടുതലായിരിക്കും. എന്താണ് ഹീം അയൺ? ഹീം അയൺ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിനിൽ നിന്നും മയോഗ്ലോബിനിൽ നിന്നും കിട്ടുന്ന അയണാണ് ഹീം അയൺ. അല്ലാതെ നമുക്ക് വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് അയൺ കിട്ടും, അത് വ്യത്യാസമുണ്ട്. ഹീം അയൺ കിട്ടുന്നതിൽ നമ്മളുടെ ബോഡിയിൽ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ധാരാളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ അനിമൽ പ്രോട്ടീനിൽ പ്യൂറിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. പ്യൂറിൻ, അതിൽ നിന്നാണ് നമ്മൾക്ക് ഈ DNA ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത്. പ്യൂറിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. പ്യൂറിൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, പ്രോട്ടീൻ അല്ല. പക്ഷെ അനിമൽ പ്രോട്ടീനിൽ പ്യൂറിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ പ്യൂരിന്റെ ബോഡി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വരുന്ന എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഈ പ്യൂറിൻ ബോഡി യൂട്ടിലൈസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. അപ്പോൾ അനിമൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടാൻ കാരണം പ്രോട്ടീന്റെ പ്രോബ്ലം കൊണ്ടല്ല, ആ അനിമൽ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന പ്യൂറിൻ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട്, ഇപ്പൊ വെജിറ്റബിൾ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് പ്യൂറിൻ കണ്ടന്റ് കൂടുന്നില്ല എന്നർത്ഥം, ചെറിയ അളവിലാണ് ഉള്ളൂ എന്നർത്ഥം. ദെൻ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക് എന്താ വിഷയം? നമ്മുടെ ഗട്ട് മൈക്രോബ്സിൽ ബാഡ് മൈക്രോബ്സ് വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴും നമുക്ക് ശരീരത്തിന് വിവിധ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവ് പ്രോബ്ലംസ് റെഡ് മീറ്റ് ഉണ്ടെങ്കിലും അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ബോഡിക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ എളുപ്പം അമിനോ ആസിഡ്സ് റിലീസ് ചെയ്യാനുള്ള കഴിവും അനിമൽ പ്രോട്ടീൻസിനുണ്ട്. പക്ഷെ ഇതിന്റെ ഡ്രോബാക്ക് ഈ പറഞ്ഞ ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് പ്ലാൻ പ്രോട്ടീനിന്റെ വ്യത്യാസം? പ്ലാൻ പ്രോട്ടീനിന് എന്താണ്? ബേസിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പ്രോട്ടീൻ ഏതാ?
സോയ് പ്രോട്ടീനാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പ്രോട്ടീൻ സോയ് പ്രോട്ടീൻ. 2 അമിനോ ആസിഡ്സ് കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ഗുണങ്ങൾ എന്താണ്? കൊളസ്ട്രോൾ, അതായത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ്, പ്യൂറിൻ കണ്ടന്റ് വളരെ കുറവാണ്, ഫൈബർ ധാരാളമുണ്ട്, നമുക്ക് പലതരം ന്യൂട്രിയൻസും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് കിട്ടും, നല്ല മൈക്രോബ്സിന് ഈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നല്ല മൈക്രോബ്സ് ശരീരത്തിൽ വളരാനുള്ള സാധ്യത കൂടുതലാണ്, നന്നായിട്ട് ഉണ്ടാവാനുള്ള ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, ഫൈറ്റോ ന്യൂട്രിയൻസ് കിട്ടും, പിന്നെ ഫൈറ്റോ ന്യൂട്രിയൻസ് കിട്ടും, പിന്നെ എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല ക്രോണിക് ഡിസീസ്, ലൈറ്റൽ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ മോർ ന്യൂട്രിയൻസ് കിട്ടും. സോ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു അനിമൽ പ്രോട്ടീൻ നമ്മൾക്ക് കിട്ടും, അനിമൽ സോഴ്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന അളവിൽ പ്രോട്ടീൻ കിട്ടാൻ പ്ലാന്റ് സോഴ്സ് കിട്ടണമെങ്കിൽ കൂടുതൽ അളവിൽ കഴിക്കേണ്ടി വരും. ഇതാണ് വ്യത്യാസം. അതെന്തുകൊണ്ടാണ്? പ്ലാന്റ് പ്രോട്ടീൻ പൊതുവെ ഡൈജസ്റ്റബിലിറ്റി കുറവാണ്, കുറച്ചധികം നേരം എടുക്കും ഡൈജസ്റ്റ്, കൂടുതൽ അളവിൽ ഡൈജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പ്രയാസമുണ്ട് എന്നാണ് പ്ലാന്റ് പ്രോട്ടീൻ്റെ. അപ്പൊ നമ്മൾക്ക് വേണ്ടത് എന്താ? സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന എന്താ? പ്ലാന്റ് പ്രോട്ടീൻ. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്, ഈസിലി ഡൈജസ്റ്റബിളും ഇല്ല. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സോഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒരു നാച്ചുറൽ സോഴ്സ് ഇല്ല. അവിടെയാണ് നമ്മുടെ ന്യൂട്രിലൈറ്റിന്റെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ റോൾ ഉള്ളത്. അത് കംപ്ലീറ്റ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്, പ്ലാന്റ് പ്രോട്ടീൻ ആണ്. അതെങ്ങനെ കംപ്ലീറ്റ് ആക്കിയത്? സോയാബീനിൽ നമുക്കറിയാം എല്ലാ അമിനോ ആസിഡ്സും ഉണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. പക്ഷെ 2 അമിനോ ആസിഡ്സിന്റെ അളവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി അതിന്റെ വെയ്റ്റ് പ്രോട്ടീനും പി പ്രോട്ടീനും ഉപയോഗിച്ചിട്ട്, പി പ്രോട്ടീനും ഉപയോഗിച്ച് അത് കംപ്ലീറ്റ് ആക്കി. അപ്പം അതിനെ ഈസിലി ഡൈജസ്റ്റബിൾ ആക്കി. ഈസിലി ഡൈജസ്റ്റബിൾ ആക്കി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്നുള്ള നമ്മളുടെ ഒരു പ്രോട്ടീൻ. ഓക്കെ, ഇനി പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് നമ്മൾക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ബിൽഡിംഗ് ബ്ലോക്കാണ്, ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കാനും വളർച്ചയ്ക്കും റിപ്പയറിനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ സ്ട്രക്ചർ ഉണ്ടാക്കാനും വളർച്ചയ്ക്ക് റിപ്പയർ ആദ്യം ചെറിയ യൂണിറ്റ് എന്താണ്? കോശങ്ങളല്ലേ. കോശങ്ങൾ ഉണ്ടാക്കിയാണല്ലോ റിപ്പയർ ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ കോശങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കോശത്തിൽ എവിടെയാണ് പ്രോട്ടീൻ, എത്ര അളവിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഒരു കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ 50% പ്രോട്ടീനും 50% ഫാറ്റും കൊണ്ടാണ് കോശഭിത്തി ഉണ്ടാക്കിയത്. ഒരു കോശം ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻ ആവശ്യമുണ്ടല്ലോ. ഇനി കോശത്തിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്, അതിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയും. അതിന് 15% പ്രോട്ടീനാണ്, 4% ലിപ്പിഡ്സ് ഉണ്ട്, 80% വെള്ളമാണ്. അപ്പൊ അവിടെയും പ്രോട്ടീൻ ഉണ്ട്. ഇനി ന്യൂക്ലിയസ്, ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ന്യൂക്ലിയസിൽ 20% പ്രോട്ടീനാണ്. അപ്പൊ അത്രയും പ്രോട്ടീൻ ഒരു കോശം ഉണ്ടാക്കാൻ വേണം. അപ്പോൾ റിപ്പയർ ചെയ്യണമെങ്കിൽ പുതിയ കോശം ഉണ്ടാക്കണം, വളരണമെങ്കിൽ പുതിയ കോശം ഉണ്ടാക്കണം, സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ പുതിയ കോശം ഉണ്ടാക്കണം. പുതിയ കോശം ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീന് റോൾ ഉണ്ട്. ഇനി കൊളാജൻ എന്ന് പറയും പ്രോട്ടീൻ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ഒരു 30% ഈ കൊളാജൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ബോഡിയിൽ ധാരാളമായിട്ട് കാണുന്നത്. അപ്പോൾ കൊളാജൻ പ്രോട്ടീൻ അല്ലേ, ധാരാളം. പിന്നെ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ട്. കൊളാജൻ ബേസ് നിൽക്കും. ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലാസിറ്റി, റബ്ബർ ബാൻഡ് പോലെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇലാസ്റ്റിൻ. ഇത് 2 പ്രോട്ടീനും മെയിൻ ആയിട്ട് ബോഡിയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ കൊളാജൻ ആണ്. അപ്പൊ അത് പ്രോട്ടീനാണ്. സോ ഇതെവിടെയൊക്കെയാണ്? സ്കിന്നിലുണ്ട്, ഞരമ്പുകളുണ്ട്, ബോണിലുണ്ട്, കാർട്ടിലേജിലുണ്ട്, മസിൽസിലുണ്ട്, രക്തക്കുഴലിന്റെ ഭിത്തിയിലുണ്ട്. ഇവിടെയൊക്കെ കൊളാജൻ ഉണ്ട്, ഇലാസ്റ്റിൻ ഉണ്ട്. സ്കിന്നിലൊക്കെ ഇലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. മസിൽസിൽ പ്രോട്ടീൻ ആണെന്ന് എല്ലാവരും പറയും. അതിൽ 2 ബേസിക് ആയിട്ട് പ്രോട്ടീൻ, ആക്റ്റിൻ എന്ന് പറയും, മയോസിൻ എന്ന് പറയും. അത് പ്രോട്ടീനാണ്. മസിൽ വളരണം, മസിൽ വലുതാവണം, ഇതിനൊക്കെ പ്രോട്ടീൻ വേണം. ഇനി കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. കെരാറ്റിൻ എവിടെയാ പ്രോട്ടീൻ? ഹെയർ ഉണ്ടാക്കിയിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. നെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ. തൊലിയുടെ ഔട്ടർ ലെയർ കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ. അപ്പോൾ ഹെയർ വളർന്നുകൊണ്ടിരിക്കുമല്ലേ, നെയിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഔട്ടർ ലെയർ സ്കിന്ന് പോകുന്നില്ലേ? പോകുന്നുണ്ട്. അപ്പം അവിടെയും സ്കിന്ന് പുതിയത് വരണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഈ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ഒരു സെല്ല് ഇഞ്ചുറി വന്നു കൂടണമെങ്കിൽ പ്രോട്ടീൻ സെൽസ് ഉണ്ടാവണം, റിപ്പയർ ചെയ്യണം, ന്യൂ സെൽസ് ഉണ്ടാവണം, അതിനൊക്കെ റീപ്ലേസ് ചെയ്യണം, അതിനൊക്കെ പ്രോട്ടീൻ വേണം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഗ്രോത്തിലും റിപ്പയറിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചുവന്ന രക്താണുക്കൾ ഓരോ 120 ദിവസം കൂടുമ്പോൾ 120 ദിവസം വരെ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാവണം. അപ്പോൾ പുതിയത് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണമല്ലോ, അറിയാലോ. നമ്മളുടെ ആമാശയത്തിന്റെ ഉള്ളിലെ പാട പോലെയുള്ള ലെയർ അത് ഓരോ ആഴ്ചയും മാറ്റി വെക്കപ്പെടുന്നുണ്ട്. അപ്പൊ പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. അപ്പൊ അവിടെ പ്രോട്ടീൻ വേണമല്ലോ. സ്കിന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓരോരുത്തരും സ്കിന്ന് മാറ്റി പുതിയ സ്കിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്, മുകളിലത്തെ സ്കിന്ന് പോകുന്നുണ്ട്. ഇവിടെ കെരാറ്റിൻ ഉണ്ടെന്നുള്ള അറിയാലോ. സ്കിൻ സെൽസ് ഉണ്ടാവണമെന്ന് മനസ്സിലായല്ലോ. ഒരു ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളുടെ സ്കിന്ന് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഒരു വയസ്സ് മീതെയുള്ള കുട്ടികളാണെങ്കിലോ 2 ആഴ്ച മുതൽ ഒരു മാസത്തിനുള്ളിൽ മാറി വന്നുകൊണ്ടിരിക്കും. ടീനേജേഴ്സിലോ 1 മാസം മുതൽ 3 മന്ത്സിനുള്ളിൽ അത് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കുളിക്കുമ്പോഴും അല്ലാത്തപ്പോഴേക്കും നമ്മളിത് കാണുന്നില്ല. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അഡൽട്ടിൽ ഇതുപോലെ 3 മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ ഈ മാറ്റി വെക്കപ്പെടുന്നത് ഡിലേഡ് ആവും. അപ്പൊ പെട്ടെന്ന് ഏജിങ് ക്യാരക്ടേഴ്സ് ബോഡിയിൽ വരും. ലിവർ സെൽസ് ആണെങ്കിലോ 6 മാസം മുതൽ 1 വർഷം വരെ 1 വർഷം കൂടുമ്പോൾ മാറ്റി. അപ്പോൾ ഓരോ വിവിധ ഏരിയയിലുള്ള സെൽസുകൾ അതിന് ഓരോ സമയങ്ങളുണ്ട്. ആ സമയമാകുമ്പോൾ പുതിയ സെൽസ് വന്നുകൊണ്ടിരിക്കും. പുതിയ സെൽസ് വേണമെങ്കിൽ പ്രോട്ടീൻ വേണമെന്നറിയാലോ, ഫാറ്റ് വേണമെന്നറിയാലോ. പ്രോട്ടീന് നല്ല റോൾ ഉണ്ട്. ഏകദേശം ഒരു 10 വർഷം കൂടുമ്പോൾ ഒരു പുതിയ ആള് അതിൽ ഏറ്റവും വളരെ വൈകി മാറ്റി വെക്കപ്പെടുന്നത് ബ്രെയിൻ സെൽസ് ആണ്. അത് ചിലപ്പോൾ 10 ഇയേഴ്സ് 25 ഇയേഴ്സ് വരെ എടുക്കാറുണ്ട്. ഇനി ഹോർമോൺസ്, എൻസൈംസ്. ഹോർമോൺസ്, ഇൻസുലിൻ. എല്ലാ ദിവസവും ഇൻസുലിൻ ഉണ്ടാവുന്നല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഷുഗർ ഡൈജസ്റ്റ് ചെയ്യണ്ടേ, ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നിനക്ക് ഇൻസുലിൻ വേണം, ഗ്ലൂക്കോഗോൺ വേണം, ഗ്രോത്ത് ഹോർമോൺ വേണം. ഇതെല്ലാം പ്രോട്ടീനാണ്. എല്ലാ ദിവസവും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കും വേണ്ടി വരും. ദെൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുകൾ, സ്റ്റൊമക്കിലുള്ള ലൈപ്പേസ്, അമിലേസ്, ട്രിപ്സിൻ, പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതെല്ലാം പ്രോട്ടീനാണ്. ഇനി രക്തം കട്ട പിടിക്കാൻ ത്രോംബോപ്ലാസ്റ്റ്, അത് ഒരു പ്രോട്ടീനാണ്. മസിൽസ് ഇങ്ങനെ ചുരുങ്ങാനും സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, കോളിനസ്, ഇതും പ്രോട്ടീനാണ്. വിവിധ ഒരുപാട് വർക്കുകൾ പ്രോട്ടീൻ ഉണ്ട്. വെറുതെ വെറുതെ ഇരുന്നാലും വളർന്നില്ലെങ്കിലും പ്രോട്ടീൻ വേറെ ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. ഇനി അടുത്ത കൂട്ട് വരുന്നതാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ന് പറയും. അതായത് രക്തത്തില് നമ്മളുടെ ശരീരത്തില് വിവിധ അവയവങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ മെയിനായിട്ട് ലിവറിലാണല്ലോ ഓരോ പ്രോഡക്റ്റുകളും ഉണ്ട്. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാ പോകുന്നത്? ബ്ലഡിലൂടെയാണ് പോകുന്നത്. ബ്ലഡിലൂടെ ക്യാരി ചെയ്യാൻ കൊണ്ടുപോകുന്നത് ബ്ലഡിലുള്ള പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ബ്ലഡിലെ കോശങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ 60% പ്ലാസ്മ, അതിനെ പ്ലാസ്മ എന്ന് പറയും. അല്ല 60%, ഈ പ്ലാസ്മയിൽ 60% ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ഈ ആൽബുമിൻ ഈ പ്ലാസ്മയുടെ കൺസിസ്റ്റൻസി, അത് തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്തുന്നത് ആൽബുമിനാണ്. ആൽബുമിനാണ് അതിനെ സഹായിക്കുന്നത്. അതാണ് രക്തക്കുഴലിന്റെ ഭിത്തിയുടെ ഇന്റഗ്രിറ്റി, അതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുന്നത്. ആൽബുമിൻ ആന്റി ഓക്സിഡന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, ഹോർമോൺസ്, പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ആയിക്കോട്ടെ, ഫാറ്റി ആസിഡ്സ് ഉണ്ടായിക്കോട്ടെ, ഇവരെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്, ബ്ലഡിലൂടെ ഒഴുക്കി എത്തിക്കുന്നത് ഈ ആൽബുമിനാണ്. അപ്പൊ അതിന്റെ റോള് മനസ്സിലായി. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടൊരു അടുത്ത പ്രോട്ടീൻ ഉണ്ട് ഈ പ്ലാസ്മയിൽ കാണുന്നത്. അത് 38% വരും. അത് എൻസൈമുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ആന്റിബോഡീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഗ്ലോബുലിൻ ഉപയോഗിക്കുന്നു, പിന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്ലോബുലിൻ ഉപയോഗിക്കുന്നു. അപ്പൊ അവിടെയും ഫങ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഡെയിലി നടക്കുന്ന പ്രോസസ്സാണ്. ട്രാൻസ്ഫറിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അയൺ ഉണ്ടാകുന്ന, അയൺ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ് ട്രാൻസ്ഫറിൻ. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ബ്രെയിൻ സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്, ബ്രെയിൻ സെൽസ് ഒട്ടിയിരിക്കുമല്ല, അതിനൊരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില കെമിക്കൽസ് വെച്ചിട്ടാണ്. എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സെറട്ടോണിൻ, ഗാബ, അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടമേറ്റ്, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. കേട്ടിട്ടുള്ളത് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പ്രോട്ടീനാണ്. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം പ്രോട്ടീൻ. പിന്നെ ചാനൽ പ്രോട്ടീൻ, ഈ കോശഭിത്തിയിൽ നമ്മൾ ചുമ്മാ എല്ലാ കാര്യങ്ങളും കോശത്തിന്റെ അകത്തേക്ക് കടക്കൂല. അവിടെ ഗാർഡിങ് ഉണ്ട്. കോശഭിത്തിയിൽ ഒരുപാട് ഗാർഡിങ് ഉണ്ട്, ചാനലുകൾ ഉണ്ട്. ഓരോ കെമിക്കൽസിനും ഓരോ സൈസ് ഉണ്ടാവും, ഓരോ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഐഡന്റിഫിക്കേഷനും സൈസും അനുസരിച്ച് കറക്റ്റ് ആയില്ലെങ്കിൽ ഓപ്പൺ ആവില്ല. ഈ ചാനൽ ഓപ്പൺ ആയാലും മാത്രമാണ് കോശത്തിന്റെ അകത്തേക്ക് ആ മെറ്റീരിയൽ കടക്കുള്ളൂ. ആ മെറ്റീരിയൽ, ആ ചാനൽ പ്രോട്ടീനാണ്. ചാനൽ പ്രോട്ടീൻ എന്ന് പറയും. ദെൻ ഡിഫൻസ് പ്രോട്ടീൻ ഉണ്ട്. ആന്റിബോഡീസ് എന്താ?
ആന്റിബോഡീസ് പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഓരോ ദിവസവും അകത്തേക്ക് കിടക്കുന്നു, ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെ? ആന്റിബോഡീസ് ഉണ്ടാക്കും, ബോഡിയിൽ ആന്റിബോഡീസ് ഉണ്ടാക്കും, ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ നമ്മളുടെ ശരീരം ഇതുപോലെ ഇപ്പൊ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാ ദിവസവും ഇങ്ങനെ ആന്റിബോഡീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള അണുക്കളും നമ്മളെ അറ്റാക്ക് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ ആളുകൾ നിലനിൽക്കാനുള്ള റീസൺ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഗ്ലൂട്ടാത്തയോൺ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ആം, ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് ആന്റി ഓക്സിഡന്റ് ലെവൽ വർക്ക് ചെയ്യാനും ആന്റി ഏജിങ് ആണ് ഗ്ലൂട്ടാത്തയോൺ. പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഇത്രയും ഫങ്ഷൻ ഉണ്ട്. വളരണ്ട, അസുഖം വേണ്ട, ഈ ഫങ്ഷൻസ് എല്ലാം നോർമലി ഡെയിലി നടക്കണ്ടേ? ഇതിനൊക്കെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഒട്ട് സ്റ്റോർ ചെയ്യുന്നുമില്ല. ഡെയിലി പ്രോട്ടീൻ കിട്ടിയാൽ മതിയാവുള്ളൂ. എത്ര പ്രോട്ടീൻ വേണം? ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ കിടക്കുന്ന ഒരാൾക്ക് 0.8, നോർമൽ ഒരാൾക്ക് 1 gram/kg പ്രോട്ടീൻ ഡെയിലി വേണം. കുട്ടികൾക്കാണെങ്കിൽ 1.5 gram/kg പ്രോട്ടീൻ ഡെയിലി അയാൾക്ക് ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം. പ്രഗ്നന്റ് ലേഡീസിന് 1.5, 1.5 gram/kg കിട്ടണം. സേഫ് അപ്പർ ലിമിറ്റ് സേഫ് ആയിട്ട് 2 gram/kg വരെ സേഫ് ആയിട്ട് നമുക്ക് ചെല്ലാം. ബോഡി ബിൽഡേഴ്സും അത്ലറ്റ്സിനും ഒക്കെ 3 gram/kg. പക്ഷെ അതുപോലെ ചെയ്യുന്നവരായിരിക്കണം കേട്ടോ. എന്നാലും മാത്രമാണ് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുള്ളൂ. എക്സസ് പ്രോട്ടീൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബോഡി അത് കൺവേർട്ട് ചെയ്യും, ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. സോ ഇതാണ് പ്രോട്ടീൻ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്, നോർമൽ ആളുകൾക്ക് ആവശ്യമുണ്ട്, ബോഡിയിൽ ഇത്രയും ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബോഡി ഇവിടെ നിലനിൽക്കുള്ളൂ. സോ അത്രയും പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് പ്രോട്ടീൻ കിട്ടാതിരിക്കുമോ? ജസ്റ്റ് 1-2 ഭക്ഷണങ്ങൾ നമ്മൾക്ക് നോക്കാം. ഒരു ഇഡ്ഡലി എടുത്തു കഴിഞ്ഞാൽ, നോർമൽ ഒരു മീഡിയം സൈസ് ഇഡ്ഡലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 gram പ്രോട്ടീനാണ് കിട്ടുക. ഒരു കട്ടി ദോശ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 gram കിട്ടും. ഒരു കുറ്റി പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 gram കിട്ടും. ഒരു ബൗള് ഇത് എന്താ പറയുക, ഒരു ബൗള് പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ 4 gram കിട്ടും. 100 ml സാമ്പാർ എടുത്തു കഴിഞ്ഞാൽ 7 gram കിട്ടും. ഒരു പൊറോട്ട എടുത്തു കഴിഞ്ഞാൽ 2 gram കിട്ടും. ബീൻസ് തോരൻ 100 gram എടുത്തു കഴിഞ്ഞാൽ 2 gram കിട്ടുന്നത്. റാഗി 100 gram എടുത്തു കഴിഞ്ഞാൽ 3.5 gram കിട്ടും. ചിക്കനാണ് നന്നായിട്ടുള്ളൂ. ചിക്കന് 100 gram എടുത്താൽ 20-21 gram കിട്ടും. ബോയിൽഡ് റൈസ്, ചോറ് ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ 4.5 gram കിട്ടും. ചെറുപയർ 100 gram എടുത്തു കഴിഞ്ഞാൽ 24 അത് ഗ്രാം കിട്ടും. അത് കുക്ക് ചെയ്യണമെന്ന് ആലോചിക്കണം കേട്ടോ. വൻപയർ 100 gram എടുത്താൽ 19 gram കിട്ടും. സോ ഇതൊക്കെ ഇത്ര അളവില് നാച്ചുറൽ ആയിട്ട് അതിലുണ്ട്. പക്ഷെ ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യണമല്ലോ, പലതും കുക്ക് ചെയ്യണ്ടേ. അപ്പം ജെന്റിൽ കുക്കിംഗ്, സ്റ്റീമിങ്, പോച്ചിങ്, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇടുന്ന പോച്ചിങ് എന്ന് പറയും, മൈക്രോവേവിങ്. ജെന്റിൽ കുക്കിംഗ് ആണെങ്കിൽ ക്വാളിറ്റി പ്രോട്ടീന് ഡൈജസ്റ്റബിലിറ്റി കൂടും, ഉപയോഗം കൂടും. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്താലോ റോസ്റ്റ് ചെയ്താലോ കുറെ സമയം ഫ്രൈയും റോസ്റ്റിങ്ങും ചെയ്ത് കഴിഞ്ഞാലോ ക്വാളിറ്റി ചേഞ്ച് ആവും, അമിനോ ആസിഡ്സ് പലതും നഷ്ടപ്പെടും, ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസം വരും. അപ്പൊ നമ്മളുടെ പല കുക്കിംഗ് മെത്തേഡും ഇതിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും പലതിന്റെയും ടെക്സ്ചർ മാറിയിട്ടുണ്ടാവും, ഡൈജസ്റ്റബിലിറ്റി മാറിയിട്ടുണ്ടാവും, കഴിക്കുന്നുണ്ടാവും, വേണ്ടത്ര അളവിൽ കിട്ടുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ 100 gram വൻപയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി വെച്ച് 4 പേര് കൂടെ കഴിക്കും. 20-24 gram അതിനകത്ത് ഉണ്ടായാല് 4ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അത് തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യമായിട്ടായിരിക്കും ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത്. സോ ഇതാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ. അപ്പൊ നമ്മൾ സ്വയം ആലോചിക്കുക, നമ്മൾ ഇതെന്തിനാണ് ഇത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്ന് നോക്കുക, നമ്മൾക്ക് വേണ്ടത്ര അളവിൽ പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മാത്രമാണ് പ്രോട്ടീൻ കഴിക്കണോ, ഇത്രയും ഫംഗ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് മാറ്റും. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീനാണ് നമ്മുടെ ഹോൾ പ്ലാൻ പ്രോട്ടീൻ. അത് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് വെജ് പ്രോട്ടീൻ ആണ്. ഡൈജസ്റ്റബിലിറ്റി സിമ്പിൾ ആക്കി, ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഒരു കംപ്ലീറ്റ് സോയ പ്രോട്ടീൻ ആണ് മെയിൻ സോഴ്സ്. പിന്നെ വീറ്റ് പ്രോട്ടീനും LOP എന്നാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ അമിനോ ആസിഡ്സും അതിനകത്തുണ്ട്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. ഡൈജസ്റ്റബിലിറ്റി എന്താ? WHO സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്ന് പറയും, PDCASO സ്കോർ. അത് ഹയസ്റ്റ് റേറ്റ് ആണ് 1. അത് ഈക്വലൻ ടു ബ്രസ്റ്റ് മിൽക്കിന്റെ സ്റ്റാൻഡേർഡ് ആണ് അതിനുള്ളത്. ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഉണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, എല്ലാ അമിനോ ആസിഡ്സും. ഹാംഫുൾ ഇൻഗ്രീഡിയൻസ്, ഹെവി മെറ്റൽസോ പെസ്റ്റിസൈഡ്സോ ഒന്നും തന്നെ അതിനകത്തില്ല. ദെൻ ന്യൂട്രൽ ടേസ്റ്റ് ആണ്, ആഡഡ് ഷുഗർ ഇല്ല, എല്ലാ അമിനോ ആസിഡ്സും ഉണ്ട്. ദെൻ എന്താ പറയുക, ഓരോ പ്രാവശ്യവും ഓരോ ബാച്ചും റോ മെറ്റീരിയലും മുതൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെ 200-ൽ പരം ടെസ്റ്റുകൾ ഓരോ ബാച്ചും റോ മെറ്റീരിയലും ചെയ്യും, ഫിനിഷ്ഡ് പ്രോഡക്റ്റിനും അത് 200-ൽ പരം ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് മാത്രമാണ് അത് റിലീസ് ചെയ്യുള്ളൂ.
ന്യൂട്രൽ ടേസ്റ്റ് ആണ്. ആഡഡ് ഷുഗർ ഇല്ല, ടേസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ദെൻ അതിൽ എന്തൊക്കെയുണ്ട്? 82.26 സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ട്, വീറ്റ് പ്രോട്ടീൻ 10% ഉണ്ട്, പീ പ്രോട്ടീൻ 7.5% ഉണ്ട്. സാധാരണഗതിയിൽ ഓൾ പ്ലാൻ പ്രോട്ടീൻ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. യൂഷ്വലി വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ചില ഫുഡ് അലർജികൾ, ഇപ്പോൾ സോയ അലർജി ഉള്ളവരുണ്ടാവും, വീറ്റ് അലർജി ഉള്ളവരുണ്ടാവും, ചില പ്രോട്ടീനുകൾ അലർജി ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാം, ഓക്കാനം തോന്നിക്കാം, ചിലവർക്ക് ഇത് തോന്നാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് വെച്ചാൽ, ചിലവർക്ക് ചിലപ്പോൾ ദാഹം കൂടും. ഇത് വെരി ഫൈൻ പൗഡറാണ്, കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ കുറേ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്ന വെച്ചാൽ അതിൽ നിന്ന് മാറേണ്ടി വരും. സോ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ യൂഷ്വലി ഇത് ഭൂരിഭാഗം ടോളറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഓൾ പ്ലാൻ പ്രോട്ടീൻ്റെ ഗുണങ്ങൾ. നമുക്ക് 80% പ്രോട്ടീൻ അതിനകത്തുണ്ട്. ആ പ്രോട്ടീൻ 80%. പുറത്ത് കിട്ടുന്ന പല പ്രോട്ടീനിലും എന്താ, പല ആഡഡ് ഷുഗർ ഉണ്ടാവും, പല ഫ്ലേവേഴ്സ് ഉണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, ഇതെല്ലാം ചേർത്തിട്ടാണ് പലതും വരുന്നത്. 80% പ്രോട്ടീൻ കിട്ടുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനും ഞാൻ കണ്ടിട്ടില്ല. ഇത് 80% പ്രോട്ടീനാണ്, വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതാണ് നമ്മൾക്ക് വേണ്ടത്. എന്താ? ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള വെജ് കംപ്ലീറ്റ് പ്രോട്ടീൻ. ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള വെജ് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് ബോഡിക്ക് വേണ്ടത്. ഓക്കെ, ഇനി വേറെ നമുക്കുള്ള പ്രോട്ടീൻ എന്താ? വേ പ്രോട്ടീൻ. അതാണ് നമ്മുടെ അടുത്ത പ്രോട്ടീൻ, വേ പ്രോട്ടീൻ. എവിടെ നിന്നാണ് കിട്ടുന്നത്? വേ എവിടുന്ന? മറ്റേ നമ്മൾ പ്ലാൻ ബേസ്ഡ് ആണ്. ഇത് വേ മിൽക്ക് നിന്നാണ് വേ പ്രോട്ടീൻ എടുക്കുന്നത്. മിൽക്ക്. അപ്പോൾ ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ്. ആദ്യമേ സെൻസ് ചെയ്യണം, വേ പ്രോട്ടീൻ ഒരു മിൽക്കിന്റെ ബേസ് ആണ്, മിൽക്ക് പ്രോഡക്റ്റ് ആണ്. മിൽക്കിലേക്ക് നമ്മൾ ആസിഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ലെമൺ ജ്യൂസ്, നമ്മൾ നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിരിയെന്ന് പറയുമല്ലോ. ഈ പിരിഞ്ഞ് കട്ടിയായി വരുന്നതാണ് ആ തൈരിലേക്ക് പോകുന്ന ആ ഘടകം, അത് കെസി എന്ന് പറയും. ബാക്കി വെള്ളം പോലെ ഇരുന്നാണ് വേ. അപ്പൊ ഒരു പാലില് 80% കെസിനിലേക്ക് പോകും, കേർഡ് ഇതിലേക്ക് പോകും, 20% വേ ആണുള്ളത്, കെസിൻ. അപ്പൊ ഈ മിൽക്കിനെ ചീസ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലാണ് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നത്. ചീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് വേ. അപ്പൊ തൈരായിട്ട് മാറും. പിന്നെ ബാക്കി വരുന്ന വെള്ളം, ആ വെള്ളത്തിലാണ് വേ ഉള്ളത്. അത് വേ പ്രോട്ടീനാണ്. അത് ബെസ്റ്റ് പ്രോട്ടീനാണ്, ബോഡിക്ക് ആവശ്യമുള്ള ഒരു ബെസ്റ്റ് പ്രോട്ടീനാണ്. ഈ വേ പ്രോട്ടീനാണ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് ഡ്രൈ ചെയ്ത് പൗഡർ ഫോമിലാക്കി എടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന വേ പ്രോട്ടീൻ. അതാണ് വേ പ്രോട്ടീൻ. അപ്പൊ ഇത് മിൽക്ക് ബേസ്ഡ് ആണ്. നമ്മളുടെ വേ പ്രോട്ടീൻ ബേസിക്കലി എന്തിനാ? മസില് റീബിൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും റിക്കവർ ചെയ്യാനും കൂടുതൽ ഉപകരിക്കുന്നത് വേ ആണ്. ഓൾ പ്ലാൻ പ്രോട്ടീൻ സഹായിക്കും, അത് ഇല്ലായ്മയൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ മസിൽ ഡെവലപ്പ് ചെയ്യാനും മസിലിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ ആണ്. അതുകൊണ്ടാണ് വേ പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ്. സോ എത്ര തരം പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയോ? 6 ടൈപ്പ് പ്രോട്ടീൻ ഈ നമ്മളുടെ വേ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വേ കോൺസെൻട്രേറ്റ് 1, വേ ഐസൊലേറ്റ് 2, വേ ഹൈഡ്രോളിസേറ്റ് 3, പിന്നെ മിൽക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ്, സോഡിയം കെസിനേറ്റ്, കാൽസ്യം കെസിനേറ്റ്. ഇത്രയും പ്രോട്ടീനുകളാണ് നമ്മളുടെ വേ പ്രോട്ടീനിൽ ഉള്ളത്. നമ്മളുടെ വേ പ്രോട്ടീനിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഇല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, സ്റ്റിറോയിഡ് കണ്ടന്റ് ഇല്ല, ആഡഡ് ഷുഗർ ഇല്ല, വെരി ലോ ലാക്ടോസ് ഉള്ളൂ. ദെൻ പ്രീബയോട്ടിക് ആഡ് ചെയ്തിട്ടുണ്ട്, കാൽസ്യം കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ 1 ആണ്, ഹയസ്റ്റ് സ്കോർ ആണ്. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും വർക്കൗട്ട് ചെയ്തതിന് ശേഷവും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ വേ പ്രോട്ടീൻ. ഓരോ സർവിങ് എടുക്കുമ്പോഴും 23 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും. അതിൽ 10 ഗ്രാം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, 5 ഗ്രാം ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആദ്യത്തത്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, മിൽക്കിനെ പ്രോസസ് ചെയ്യുമ്പോൾ അത് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ കെസീൻ ആവും, കേർഡ് ഫോമിലാകും, ബാക്കി വെള്ളം വരുന്നതാണ് വേ എന്ന് പറയുന്നത്. അതാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. ആ വെള്ളമാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതില് 34 to 80% പ്രോട്ടീൻ ആണുള്ളത്. ഇതാണ് മോസ്റ്റ് നാച്ചുറൽ ഫോം പ്രോട്ടീൻ. ഇത് മോസ്റ്റ് നാച്ചുറൽ ഫോം ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ലാക്ടോസ് കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും, ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, അതാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റിന്റെ. അതിൽ 34 to 80% പ്രോട്ടീൻ ആണുള്ളത്, ഈസിലി അവൈലബിൾ ആണ്, മോസ്റ്റ് നാച്ചുറൽ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്.
അതാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. അടുത്ത കണ്ടന്റ് നമ്മൾക്ക് ഏതാ? വേ പ്രോട്ടീൻ ഐസൊലേറ്റ്. ഈ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിനെ പ്രോസസ് ചെയ്യും. പ്രോസസ് ചെയ്യുന്ന പറയുന്നത് ഫിൽറ്റർ പ്രോസസ് എന്ന് പറയും. ഈ പ്രോസസ് ചെയ്ത് അതിലെ ഫാറ്റും ലാക്ടോസ് കണ്ടന്റും ഫിൽറ്റർ ചെയ്തെടുക്കും. അപ്പൊ കുറെ കൂടി സ്ട്രോങ് ആവും. അത് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് സ്ട്രോങ്. അതിലെ കണ്ടന്റ് 90-95% പ്രോട്ടീൻ ആയിരിക്കും. അതാണ് വേ പ്രോട്ടീൻ ഐസൊലേറ്റ്. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റും ഐസൊലേറ്റും നമ്മൾ ഡിഫറൻസ് നമ്മൾ പഠിക്കണം. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റിൽ എത്ര വരുന്നത്? 34-80%. ബിലോ 80% പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ലാക്ടോസ് കണ്ടന്റ് കൂടുതലായിരിക്കും, പിന്നെ ഫാറ്റ് കണ്ടന്റും കൂടുതലായിരിക്കും. പക്ഷേ നാച്ചുറൽ ഫോമാണ്, ഈസിലി അവൈലബിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. വേ പ്രോട്ടീൻ ഐസൊലേറ്റ് അത് പ്രോസസ് ചെയ്ത് അതിന്റെ ഫാറ്റും ലാക്ടോസ് കണ്ടന്റും ഫിൽറ്റർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ആകും. അത് കുറച്ചുകൂടി ഐസൊലേറ്റ് എന്ന് പറയും, കുറച്ചുകൂടി ഫൈൻ ആകും. അത് 90-95% പ്രോട്ടീൻ ആയിരിക്കും. അതാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. പക്ഷേ ഈ പ്രോസസ്സിലൂടെ പോകുന്നതുകൊണ്ട് അത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ വളരെ ഗുണപ്രദമാണ്. ദെൻ ഹൈഡ്രോലൈസ്ഡ് വേ പ്രോട്ടീൻ, അതാണ് നമ്മൾക്ക് അടുത്ത കണ്ടത്. ഹൈഡ്രോലൈസ്ഡ് വേ പ്രോട്ടീൻ ഇത് പാർഷ്യലി കുറച്ച് വേവിച്ചതാണെന്ന് പറയും. ഈ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത അറിയോ? മൈൽഡ് കുക്കിങ്ങിൽ ഈസിലി ഡൈജസ്റ്റബിൾ ആയി. അതാണ് പ്രോട്ടീൻ്റെ പ്രത്യേകത. മൈൽഡ് കുക്കിംഗ്. ഹെവി കുക്കിങ്ങിൽ ഡൈജസ്റ്റബിലിറ്റി പോവും, അതിന്റെ അമിനോ ആസിഡ്സും പോവും. മൈൽഡ് കുക്കിങ്ങിൽ അത് ബ്രേക്ക് ഡൗൺ ആവും, ഈസിലി ഡൈജസ്റ്റബിൾ ആവും. അപ്പൊ ഹൈഡ്രോലൈസ്ഡ് വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി കുക്ക്ഡ് ആണ്. അതാണ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആണ്. അപ്പൊ അത് ചേർത്ത് എന്താ, അപ്പൊ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് നമ്മൾക്ക് അമിനോ ആസിഡ്സും അതിന്റെ അവൈലബിലിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആവും. അപ്പം ബോഡിയിലേക്ക് പെട്ടെന്ന് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോലൈസ്ഡ് വേ പ്രോട്ടീൻ അതിൽ ആഡ് ചെയ്തത്. ഇപ്പൊ മൂന്നാമത്തെ കണ്ടന്റ് കണ്ടല്ലോ. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ്. അത് മിൽക്ക് കോൺസെൻട്രേറ്റ് തന്നെയാണ്, മിൽക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് എടുത്തേക്കുന്നത് വെച്ചാൽ ഇതിൽ കൂടുതൽ ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഉണ്ട്. എന്താണ് ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സ്? നമ്മൾ വേ പ്രോട്ടീൻ ഉണ്ടായാലുള്ള ഗുണം മസിൽ സിന്തസിസ്, മസിൽ ഉണ്ടാക്കാനായിട്ട്, മസിൽ മാസ് ഉണ്ടാക്കാനായിട്ട്, ഗ്രോത്ത്, മസിൽസിലേക്ക് വേണ്ട എനർജി, ഫ്യൂവൽ, ഇന്ധനം കൊടുക്കാനായിട്ട്, മസിൽസിന്റെ ഈ ഇന്ധനം നന്നായിട്ട് കിട്ടും, മസിൽസിന്റെ പെർഫോമൻസ് കൂട്ടും, അതിന്റെ എൻഡുറൻസ് കൂട്ടും. മസിൽസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിന് അനുഭവപ്പെടുന്ന ചെറിയ ചെറിയ വേദനകളുണ്ടോ, അത് വളരെയധികം കുറയ്ക്കാം. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം വളരെയധികം കുറയ്ക്കാം, പിന്നെ മസിൽ വേസ്റ്റിംഗ് കുറയ്ക്കാം. ഇത് ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിലാണ് അത് നടക്കുള്ളൂ. അത് കൂടുതൽ നമുക്ക് ഈ മിൽക്ക് പ്രോട്ടീനിൽ, മിൽക്ക് കോൺസെൻട്രേറ്റിൽ നിന്നാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അതിൽ മെയിൻ ആയിട്ട് ലൂസിൻ, ഐസോലൂസിൻ, വാലി, ഇതാണ് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സ്. അതിൽ ലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സ് ആണ് മാസ്റ്റർ ബ്രാഞ്ചഡ് ചെയിൻ. അതാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ എന്തിനൊക്കെ ബ്രാഞ്ചഡ് ചെയിൻ? മസിൽ ഉണ്ടാക്കാനായിട്ടും, മസിൽസിന്റെ മാസ് ഉണ്ടാക്കാനായിട്ട്, മസിൽസിന്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, മസിൽസിന്റെ പെർഫോമൻസ്, മസിൽസിന്റെ വേദന കുറയ്ക്കാനായിട്ട്, മസിൽ വേസ്റ്റിംഗ് കുറയ്ക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് മിൽക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ് നമ്മൾ. ഇനി നമ്മളുടെ രണ്ട് കണ്ടന്റ് എന്താ? സോഡിയം കെസിനേറ്റ്, കാൽസ്യം കെസിനേറ്റ്. അത് കെസിൻ എന്ന് പറഞ്ഞല്ലോ. മിൽക്ക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ പിരിഞ്ഞു വരുന്ന കട്ടിയുള്ളതാണ് കെസിൻ. അത് അക്കേർഡ് ഫോം, അത് കെസിൻ ആണ്. കെസിൻ എന്തുകൊണ്ടാണ് കെസിൻ എടുത്തത്? കെസിന്റെ പ്രത്യേകത, വേ ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കെസിൻ സ്ലോ ഡൈജസ്റ്റഡ് ആണ്. കെസിൻ സ്ലോ ഡൈജസ്റ്റ് ആണ്, പക്ഷെ ഡൈജസ്റ്റ് ചെയ്യും, സ്ലോ ഡൈജസ്റ്റ് ആണ്. നമ്മൾക്ക് വിശപ്പ് കുറയ്ക്കും. അത് മാത്രമല്ല ഫുൾനെസ്, സ്റ്റൊമക്കിന് ഫുൾനെസ് തരും. അതാണ് കെസിൻ എടുക്കാൻ. കെസിനില് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. കെസിനില് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. ഇനി പതുക്കെ ഡൈജസ്റ്റ് ചെയ്യേണ്ട ഗുണം എന്താണ്? നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇത് കുറച്ച് നേരം സമയം എടുക്കും റിക്കവർ ചെയ്യാനായിട്ട്. അപ്പൊ ഈ നേരത്തൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടി, അപ്പൊ കുറെ നേരത്തേക്ക് അമിനോ ആസിഡ്സ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോലി ഡൈജസ്റ്റ് ചെയ്യുന്ന കെസിൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആ റിക്കവറിക്ക് വളരെയധികം ബെനിഫിറ്റ് ആവും. അതുകൊണ്ടാണ് കെസിൻ ആഡ് ചെയ്തത്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് സോൾട്ട് ആണ്. ഇത് സോഡിയം കെസിനേറ്റ്, കാൽസ്യം കെസിനേറ്റ്. ഇത് രണ്ട് ടൈപ്പ് കെസിൻ സോൾട്ടുകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കെസിനേറ്റ് സോഡിയം കെസിനേറ്റ് ആക്കിയത്? സോഡിയം സോൾട്ട്, കെസിന്റെ സോഡിയം സോൾട്ട് ആക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിസോൾവ് ആവും, ലയിക്കും, വെള്ളത്തിൽ ലയിക്കും. എമൽസിഫയർ എന്ന് പറയും, ഗുഡ് എമൽസിഫയർ സ്റ്റെബിലൈസർ. അപ്പൊ ഇത് നമ്മളുടെ ഈ പ്രോഡക്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുഡ് എമൽസിഫയർ സ്റ്റെബിലൈസർ, നമുക്ക് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും വെള്ളത്തിൽ. അതുകൊണ്ടാണ് സോഡിയം കെസിൻ അല്ല എടുത്തേക്കുന്നത്, സോഡിയം കെസിനേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത കണ്ടത് എന്താ? കാൽസ്യം കെസിനേറ്റ്.
അതൊരു സോൾട്ടാണ്. കെസിന്റെ ഒരു സോൾട്ടാണ് കാൽസ്യം കെസിനേറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് കാൽസ്യം കെസിനേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്? കാൽസ്യം കെസിനേറ്റ് ലെസ് സോലുബിൾ ആണ്, പെട്ടെന്ന് അരിയില്ല. പക്ഷെ അതിന് ഗുണമുണ്ടെന്ന് വെച്ചാൽ ഹീറ്റ് സ്റ്റേബിൾ ആണ്. ഹീറ്റ് വന്നാലും കേടാവില്ല. അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞില്ല, അപ്പൊ ഡിസോൾവ് ചെയ്യാന് ഡിസോൾവ് ആവാനുള്ള സോഡിയം കെസിനേറ്റ്, അപ്പൊ ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഡിസോൾവ് ആവും. കാൽസ്യം കെസിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് വന്നാലും അത് നശിക്കാതെ നിൽക്കും. അപ്പോൾ എത്ര വേഴ്സറ്റൈല് ഇന്റലിജൻസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇറ്റ്സ് വെരി ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഇത്രയും ഗുണങ്ങൾ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ശരിക്കും എത്ര പവർഫുൾ ആയിട്ടുള്ള. സോ ഇനി വേ പ്രോട്ടീൻ എല്ലാവർക്കും കഴിക്കാം. ഒരു സംശയമാണ് അല്ലേ? ആക്ച്വലി വേ പ്രോട്ടീൻ ഏജ് ലിമിറ്റ് ഇല്ല. എന്തുകൊണ്ടാ? വേ പ്രോട്ടീൻ ബ്രസ്റ്റ് മിൽക്കിലുള്ളതാണ്. ഓൾറെഡി ഒരു ഇൻഫന്റിന് നാച്ചുറൽ ഫുഡിൽ വേ പ്രോട്ടീൻ ഉണ്ട്. സോ അത് ഹാം ചെയ്യില്ല, ബ്രസ്റ്റ് മിൽക്കിലുള്ളതാണ്. പക്ഷേ നമ്മളുടെ സയന്റിഫിക്കലി എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു 5 വയസ്സ് വരെ ഹോൾ ഫുഡിൽ നിന്നൂടെ പ്രോട്ടീൻ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് 5 വയസ്സും അതിന് മീതെയുള്ളതാണ് പ്രോട്ടീൻ എടുത്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പർ ലിമിറ്റ് ഇല്ല. മിനിമം ലിമിറ്റ് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ വിഷയമൊന്നും ഉണ്ടാക്കില്ല. അത് വേ പ്രോട്ടീൻ ഓൾറെഡി നാച്ചുറൽ ആയിട്ട് ബോഡിയിൽ ആ ഏജിൽ ചെല്ലുന്നതാണ് നല്ലതെന്നുള്ളതാണ് ഒരു ജനറൽ ഒപ്പീനിയൻ എന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മളൊരു 5 ഇയേഴ്സും ആൻഡ് അബോവ് വളരെ ആക്റ്റീവായിട്ട് സ്പോർട്സിൽ, അത്ലറ്റിക്സിൽ അവർക്കൊക്കെ വേ പ്രോട്ടീൻ കൊടുക്കാം. 5 വയസ്സും അതിന് മീതിയുള്ളവർക്ക് കൊടുക്കാം. എത്രയൊക്കെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 3 ഇയേഴ്സ് ആണെങ്കിൽ തന്നെ 13 ഗ്രാം കൊടുക്കാം. 4 to 8 ഇയേഴ്സ് ആണെങ്കിൽ 19 ഗ്രാം കൊടുക്കാം. 9 to 13 ഇയേഴ്സ് ആണെങ്കിൽ 34 ഗ്രാം കൊടുക്കാം. 14 to 18 ഗേൾസിലാണെങ്കിൽ 46 ഗ്രാം കൊടുക്കാം. ബോയ്സിൽ 14 to 18 ഇയേഴ്സ് 52 ഗ്രാം കൊടുക്കാം. ഇതെല്ലാം അഡൽട്സിലും 52 ഗ്രാം എബോവ് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് കൊടുക്കാനല്ല. നമ്മൾ എത്ര അഡൽട്ട് പ്രോട്ടീൻ വേണമെന്ന് 1 ഗ്രാം പെർ kg പ്രോട്ടീൻ ആണ്. അത് 50% നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ബാക്കി 50%, ഒരു 50 കിലോ ഉള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതിൽ 25 ഗ്രാം നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടും. ബാക്കി 25 ഗ്രാം ആണ് നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഉൾപ്പെടണം. മൊത്തം വേ പ്രോട്ടീൻ. അതിൽ രണ്ടും വേ പ്രോട്ടീൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ പ്ലാൻ പ്രോട്ടീൻ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൊടുക്കാം. രണ്ടും കൂടി ഈ 25 ഗ്രാമിലേക്ക് പാടുള്ളൂ എന്നർത്ഥം. അപ്പൊ അപ്പർ ലിമിറ്റ് ലേശം കൂടിയാൽ തന്നെ അത് ബോഡി കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആക്കും. ഓവറായിട്ട് കൂടരുന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആർക്കൊക്കെ നമ്മൾക്ക് പ്രോട്ടീൻ ചെല്ലേണ്ടാത്തത്? കൂടുതലും മെയിൻ ആയിട്ട് നമ്മൾ കിഡ്നി ഡിസീസ് ഉള്ളവർക്കാണ് പ്രോട്ടീൻ അധികം നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷെ പ്രോട്ടീൻ വേണ്ടേ? അവർക്ക് പ്രോട്ടീൻ വേണം. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ട് കഴിക്കാവുന്ന പ്രോട്ടീൻ ഏതാ? പ്ലാന്റ് പ്രോട്ടീൻ ആണ്. നോൺ വെജ് പ്രോട്ടീൻ അല്ല, അനിമൽ പ്രോട്ടീൻ അല്ല. പക്ഷേ അവർക്ക് അളവുണ്ട്, അത്രേ ഉള്ളൂ. കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അളവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾ പ്ലാൻ പ്രോട്ടീൻ. ഇനി വേ പ്രോട്ടീൻ ആക്കുക. മിൽക്ക് ഇൻടോളറൻസ് ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് പറ്റുമോ? ഇല്ല. ലാക്ടോസ് ഉണ്ടല്ലോ, കുറച്ച് ലാക്ടോസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. വേറെ ഡേഞ്ചർ അല്ല, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കാം. പിന്നെ സോയ് പ്രോട്ടീൻ ചിലവർക്ക് അലർജി ഉണ്ടാവാം, വീറ്റിന് അലർജി ഉണ്ടാവാം. പിന്നെ ചില ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റ്. ഇപ്പൊ ഫീനൈൽ കിറ്റനൂറിയ, ഹോമോസിസ്റ്റിനൂറിയ, അങ്ങനെ 2-3 കണ്ടീഷൻ ജനറ്റിക് ഈ പ്രോട്ടീൻ ഡൈജഷൻ ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളവർക്ക്. അല്ലാത്തവർക്ക്, ഇപ്പൊ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് പ്രോട്ടീൻ കൊടുക്കാം, അത് വിഷയമൊന്നുമില്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാല് നോർമൽ തൈറോയ്ഡ് വിഷയമൊന്നും ഇല്ലാത്തവർക്ക് തൈറോയ്ഡ് ഫംഗ്ഷനെ ബാധിക്കാറില്ല. പക്ഷെ ചെറിയ അളവിൽ, മോഡറേറ്റ് അളവിലൊന്നും തൈറോയ്ഡ്, ഹെവി അളവിൽ, ചിലപ്പോൾ ചെറിയ അളവിൽ ചിലവർക്ക് തൈറോയ്ഡ് ഫംഗ്ഷൻ കുറയ്ക്കണമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് മാത്രം. പക്ഷെ തൈറോയ്ഡ് ഉള്ളവര്, തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡ് മെഡിസിൻ കഴിക്കുന്നവര് അതിന്റെ കൂടെ ഓൾ പ്ലാൻ പ്രോട്ടീനും കഴിക്കരുത്. എന്ന് വെച്ചാൽ സോയ് പ്രോട്ടീൻ നമ്മുടെ തൈറോയ്ഡ് ആ ഗുളിക ഉണ്ടല്ലോ അതിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പൊ എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു 4 hours മുന്നെയോ 4 hours ശേഷമോ കഴിക്കാം. വലിയ അളവിൽ വിഷയം ഉണ്ടാക്കുന്നത് മാത്രമേ അതിനകത്തുള്ളൂ. സോ ഇതാണ് നമ്മളുടെ പ്രോട്ടീൻ. ഇനി നമ്മൾക്കൊരു സംശയമുള്ളത്, ക്രിയാറ്റിൻ എന്ന് പറഞ്ഞിട്ട് പലരും കേട്ടിട്ടുണ്ടോ? ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ക്രിയാറ്റിൻ ഒരു പ്രോട്ടീൻ അല്ല. ക്രിയാറ്റിൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്, അതൊരു പ്രോട്ടീൻ കണ്ടന്റ് വരും. അതുപോലത്തെ ഒരു ഫംഗ്ഷനാണ്. ഇതിന് നാച്ചുറൽ എനർജി സോഴ്സ് മസിൽസിൽ തന്നെ ഉള്ളതാണ് ക്രിയാറ്റിൻ.
ക്രിയാറ്റിനിൻ അല്ല. അത് കിഡ്നി ഫംഗ്ഷൻ പ്രോബ്ലംസിൽ വരുന്നതാണ് ക്രിയാറ്റിൻ. അതിന്റെ അതിന്റെ എനർജി റിലീസിങ് കോമ്പൗണ്ടാണ്, മസിൽസിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ മസിൽ ബിൽഡേഴ്സ് ആ ബോഡിക്ക് വേണ്ട എനർജിയും പെർഫോമൻസും സ്പീഡും കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ബോഡി ബിൽഡിങ്ങിനല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ അതിനാണ് ക്രിയാറ്റിൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പവറും സ്പീഡും കൂട്ടാൻ പറ്റും എനർജി. പക്ഷേ ഈ ക്രിയാറ്റിൻ നമ്മൾ യങ്ങർ ഏജിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിലോ 18 ഇയേഴ്സിൽ ക്രിയാറ്റിൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഉള്ള നമ്മളുടെ വേ പ്രോട്ടീൻ ഉപകരിക്കും. അവരുടെ സ്പീഡ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സും ഇതേ റോൾ ഉണ്ട്. അത്ര എക്സ്റ്റെൻഡ് അല്ലെങ്കിലും ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്. അപ്പോൾ ബിലോ 18 ഇയേഴ്സിൽ നമ്മളുടെ വേ പ്രോട്ടീനാണ് മസിൽ ബിൽഡ് ചെയ്യാനും അത്ലറ്റിക്സിനും വർക്ക് ചെയ്യുന്ന സ്പോർട്സിലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ എബോ 18 ഇയേഴ്സിലാണ് ക്രിയാറ്റിൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്.